നമസ്കാരം. ഇറാൻ യുദ്ധം നിർണായക തലത്തിലേക്ക് ഉയരുകയാണ്. ഇറാന്റെ സൈനിക ശക്തി ചോരുന്നതായി യുഎസും ഇസ്രയേലും സൂചന നൽകിയതിന് പിന്നാലെയാണ് അതിശക്തമായി തിരിച്ചടിച്ച് ഇറാൻ ഈ രാജ്യങ്ങളെ ഞെട്ടിപ്പിച്ചത്. മാത്രമല്ല, ഹോർമൂസ് കടലെടുക്കുന്ന തങ്ങളുടെ തുറുപ്പുചീട്ടും ഇറാന് തന്ത്രപരമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയതോടെ യുഎസ് പ്രതിരോധത്തിലാവുകയും ചെയ്തു. തുടർന്നാണ് 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നത്. തൊട്ടു പിന്നാലെ ട്രംപിന്റെ പ്രഖ്യാപനത്തെ തള്ളി ഇസ്രായേൽ ഇറാനിലെ ശക്തമായ ആക്രമണം നടത്തി. ഇറാനിലെ ഗ്യാസ് പ്ലാന്റിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ രാജ്യത്തെ 2 ഗ്യാസ് പ്ലാന്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഇറാനും ശക്തമായി തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഇറാന് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചാൽ മതിയെന്നാണ് ട്രംപ് പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ മുന്നിൽ 15 നിർദ്ദേശങ്ങളും യുഎസ് പ്രസിഡന്റ് വെച്ചു. എന്നാൽ ഇനി യുഎസുമായി ഒരു ചർച്ചയ്ക്കുമില്ലെന്നും ട്രംപിനെ വിശ്വാസമില്ലെന്നുമാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ പശ്ചിമേഷ്യൻ യുദ്ധം തുടരുമെന്ന് ഉറപ്പായി. ഇസ്രായേലിന് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലെന്ന് വ്യക്തം. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ്. എന്നാൽ യുഎസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നീണ്ടുപോകുന്നത് വലിയൊരു തിരിച്ചടിയാകും. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കം പാളുന്നതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ട്രംപിന്റെ തന്ത്രത്തിൽ 2 തവണ വീണു. ഇനിയും അതിന് നിന്നുകൊടുക്കാനാവില്ലെന്നാണ് ഇറാൻ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇറാൻ മുന്നോട്ട് വന്ന 15 നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിയിട്ടുണ്ട്. മാത്രമല്ല, ഹോർമൂസ് നിയന്ത്രണം തുടരാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. ഇതോടെ ലോകം അതിഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് വീഴുന്നത്. അതിനു പകരം കണ്ണിന് പകരം കണ്ണല്ല, തല തന്നെ എടുക്കുമെന്ന പ്രഖ്യാപനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. യുഎസിനും ഇസ്രായേലിനും മുന്നറിയിപ്പ് നൽകിയത് ഇറാൻ മുതിർന്ന സൈനിക ഉപദേഷ്ടാവും മുൻ IRGC കമാൻഡറുമായ മൊഹ്സിൻ റസായിയാണ്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണം നടത്തരുത്, ആക്രമിച്ചാൽ തിരിച്ചടി സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നും റസായി മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, ഗൾഫ് മേഖലയിൽ നിന്ന് യുഎസിന് പൂർണ്ണമായും പിന്മാറേണ്ടി വരുമെന്നും റസായി പറഞ്ഞു. ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള TV ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സൈനിക ഉപദേഷ്ടാവിന്റെ മുന്നറിയിപ്പ്. തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നും ഇറാൻ വ്യക്തമാക്കി. യുദ്ധത്തിലുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും പൂർണ്ണമായ നഷ്ടപരിഹാരം നൽകണം. അതോടൊപ്പം ഇറാനെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണം. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ യുഎസ് ഇനി ഇടപെടില്ലെന്ന് ഉറപ്പുവേണമെന്നും ഇറാൻ പറയുന്നു. യുഎസ് വെടിനിർത്തലിന് തയ്യാറായിരുന്നു. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് യുദ്ധം തുടരാൻ സമ്മർദ്ദം ചെലുത്തുന്നതെന്നും റസായി ആരോപിച്ചു. അതിനിടെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് തീപിടിച്ചു. കുവൈത്ത് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. യുദ്ധം തീവ്രമാകുന്നു. സമാധാന ശ്രമങ്ങൾ അട്ടിമറിക്കുന്നത് യുഎസും ഇസ്രായേലും ചേർന്നാണ്. ഇറാൻ ഇനി ഈ രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കില്ല. അതിനിർണായകമായൊരു തലത്തിലേക്കാണ് പശ്ചിമേഷ്യൻ സംഘർഷം കടക്കുന്നത്.